ഷെഫീഖ് ബ്രോന്റെ ഹൗസ് വാമിംഗ് ആണ് ഇല്ല എങ്ങനെയുണ്ട് സന്തോഷമല്ല വളരെ സന്തോഷം മാഷാഅല്ലാ ഏതായാലും ഉഷാറായിരിക്കട്ടെ ഇതിന്റെ എഞ്ചിനീയർ ഇല്ല അൻവർക്ക പിന്നെ ആർക്കിടെക്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയുള്ളത് അൻവർക്കാണ് അപ്പോ ഷെഫീഖ് തിരക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു തിരക്കാണെങ്കിൽ തിരക്കുണ്ട് ഓക്കെ എന്നാ ബാക്കി നമുക്ക് ആളോട് ചോദിക്കാം ഓക്കെ ഇതിന്റെ എഞ്ചിനീയർ ആട്ടോ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോ ക്ലയന്റ് നമ്മൾ വന്നിട്ട് അവരുടെ റിക്വയർമെന്റ് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി പിന്നെ ക്ലയന്റ് തന്നെ എഞ്ചിനീയർ ആണ് അപ്പം അവരുടെ ഒരു മേൽനോട്ടം കൂടി മെയിൻ ആയിട്ടുണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്ലാൻ റെഡിയാക്കി അവരുടെ ചേഞ്ചസുകൾ പറഞ്ഞു അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്തത്. എത്ര സ്ക്വയർ ഫീറ്റ് ഏകദേശം 2800 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ ടൈം എടുത്തിട്ടാണ് ചെയ്ത് കടം വെക്കണം. അത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് പ്രകാരം അവർക്ക് പൊതുവെ കടത്തം വരുന്നോണ്ട് കടം വരുന്നോണ്ട് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ട് ഒരു 2 വർഷത്തിലധികം എടുത്തു. പൊതുവെ പൈസ ഉണ്ടെങ്കിൽ തീർക്കാൻ 1 വർഷത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അവരുടെ ഇത് പ്രകാരം അങ്ങനെ നീണ്ടുപോയി മാത്രമേ ഉള്ളൂ. അല്ലാതെ പറഞ്ഞു ആർക്കിടെക്ട് പ്രത്യേകിച്ച് എഞ്ചിനീയർ തന്നെ ഉള്ളൂ. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തു കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വർക്കും മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇല്ല ഇനിയിപ്പോ അവസാനം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് എല്ലാ വർക്കേഴ്സും കൂടെ ചെറിയൊരു ഇതുണ്ട്. ചെറിയ ടച്ചപ്പുകളൊക്കെ നാളെ മറ്റന്നാളായിട്ട് പോകേണ്ടി വരും ചെറുതായിട്ടൊക്കെ. അപ്പൊ അതിന്റെ അധികം വീടുകൾക്ക് ഇരുമ്പിന്റെ കട്ടിലും പക്ഷെ അത് ചിലവർ പറയുന്നത് ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഇല്ല ഇടിമിന്നൽ അതിനോട് പ്രത്യേകിച്ചില്ല. കാരണം ഇപ്പൊ അത് വാതിൽക്കട്ടിൽ പോകുമ്പോ ഇരുമ്പ് അല്ലെങ്കിൽ അതിപ്പോ നേരത്തെ മുമ്പത്തെ കേസിലാണെങ്കിൽ ജനലിന്റെ കമ്പി പിന്നെ സേഫ്റ്റി ഗ്രില്ലിന്റെ കമ്പിയല്ലേ, വർക്ക് ഏരിയക്കാണ് കമ്പിയാണ്. നേരത്തെ ഉള്ള ഒരുപാട് കമ്പികൾ നേരത്തെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ കട്ടില കൂടി മാത്രം ഇരുമ്പായെന്ന് മാത്രമേ ഉള്ളൂ. അല്ല അതും എർത്തിങ് അതിനും വരുന്നുണ്ട്. നേരത്തെ ഇപ്പൊ പിന്നെ അടുക്കളയുടെ കാര്യം പറയുന്ന വർക്ക് ഏരിയ ഫുള്ള് ഇരുമ്പ് തന്നെയാണ് നേരത്തെ കേസിലൊക്കെ തന്നെ. അതിൽ പ്രത്യേകിച്ച് ഇതുകളൊന്നും വരുന്നില്ല. പിന്നെ വലിയ വീടൊക്കെയാണെങ്കിൽ ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വാൽക്കെട്ടിൽ മാറി നേരിട്ട് ഇടിമില്ലിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ അറിയില്ലായിരുന്നില്ല. ഞാനിപ്പോ നേരത്തെ കുറച്ച് ഗൾഫുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് 2 തിരിച്ചു വന്ന് തുടങ്ങിയിട്ട് 15ാമത്തെ വർഷം. നാട്ടിലെ ഗൾഫില് ക്രൈസിസ് തുടങ്ങിയ സമയത്ത് എനിക്ക് നേരത്തെ തന്നെ ഇവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഒഴിവാക്കി പോയത്. അപ്പൊ ഇവിടെ വന്നാൽ സെറ്റ് ആവാൻ പറ്റുമെന്ന് അറിയായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് പോന്നു. തിരിച്ചു ഇവിടെ നാരമ്പല നല്ല വർക്കായിട്ട് നല്ല വർക്കായിട്ട് ചെയ്തു. ആളുകൾക്കനുസരിച്ച് ക്ലയന്റിനനുസരിച്ചില്ല നമ്മളെപ്പോഴും ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അങ്ങനത്തെ എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. ഇല്ല അതാണ് ഞാൻ പറഞ്ഞത്. ആളുകൾക്ക് റിക്വയർമെന്റ് നമ്മൾ 6 മാസം വരെ കൊണ്ടുവരെ തീർത്തു കൊടുക്കാറുണ്ട് മൊത്തത്തിൽ. അവരുടെ ഫൈനാൻസ് പിന്നെ അവരുടെ ചിലപ്പോൾ പെട്ടെന്ന് ചിലർ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ള അസുഖങ്ങൾ പ്രശ്നമുള്ളവർക്ക് വേഗം വീട് തീർക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കനുസരിച്ചുള്ള ഒരു കാര്യം കണ്ടല്ലോ നിങ്ങളെ കയറിയിട്ടില്ല. അതുകൂടെ കണ്ടിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കണമായിരുന്നു. ശരിയാ.